വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇപ്പോൾ ടിക്ടോക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ടോർട്ടില്ല റാപ്പ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ടോർട്ടില്ല റാപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സാധാരണ ഈ റാപ്പ് ഉണ്ടാക്കുന്നത് ടോർട്ടില്ല ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് റെഡിമെയ്ഡ് ടോർട്ടില്ല വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് ചെറുതായിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള റൗണ്ടായിട്ടാണ് നമുക്ക് ഈ ടോർട്ടില്ല റാപ്പ് കിട്ടുക. നമുക്കിനി ചെയ്യേണ്ടത് ഈ ചപ്പാത്തീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിത് റാപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ സിസേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഇതിനകത്ത് ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇങ്ങനെ റാപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 4 തരത്തിലുള്ള ഫില്ലിംഗ് ആണ് വേണ്ടത്. 4 പോർഷനായിട്ട് നമ്മളിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് പോർഷനിൽ ഫില്ല് ചെയ്യുന്നത് ചോക്ലേറ്റ് സിറപ്പാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഞാനിന്ന് ഈ റാപ്പ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഒരു പോർഷനിൽ ഫില്ല് ചെയ്യുന്നത്. ഇനി അടുത്ത പോർഷനിലേക്ക് ഞാനിവിടെ ഒരു ചെറുപഴം, ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുള്ളത്, അതൊന്ന് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അതല്ല റോബസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് പഴമാണുള്ളത് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വട്ടത്തിൽ കനം കുറച്ചോ അല്ലെങ്കിൽ ഒരുപാട് കട്ടി വേണ്ട, ചെറുതായിട്ടൊന്ന് കനം കുറച്ച് നമുക്കൊന്ന് അരിഞ്ഞിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത പോർഷനിൽ ആപ്പിളാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തിന്നായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ള ആപ്പിളിൻ്റെ കഷ്ണങ്ങളാണ് അടുത്ത പോർഷനിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മളിതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ അധികം കട്ടിയില്ലാതെ വെച്ച് കൊടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ റാപ്പിൻ്റെ ഒരുപാട് വലിപ്പം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ പുറത്തോട്ടൊക്കെ പോകാതെ ഇരിക്കുള്ളൂ. ലാസ്റ്റ് പോർഷനിൽ ഞാനിവിടെ കുറച്ച് ജാമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ജാമാണോ ഉള്ളത് അത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഫില്ലിംഗ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ 4 ഭാഗത്തും ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പോർഷനിൽ നിന്ന് ആദ്യം ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിയിരുന്നോളും. നമ്മൾ മടക്കുമ്പോൾ അതിൽ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് പോവുകയില്ല. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അടുത്ത സൈഡ് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യണം. ഇനി ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഫില്ലിംഗ് ഒക്കെ പുറത്തോട്ട് പോകുന്നു വിചാരിച്ചിട്ടും പേടിക്കേണ്ട. അത് തിരിച്ചൊന്ന് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ റാപ്പ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ റാപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ലെയേഴ്സായിട്ട് നമ്മുടെ റാപ്പ് ഇരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തീസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അടുത്ത ഒരു ചപ്പാത്തി ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചോക്ലേറ്റ് സിറപ്പിന് പകരം നമ്മുടെ വീട്ടിൽ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഇതിൽ ഫില്ലിംഗ് തയ്യാറാക്കാം. സ്ട്രോബെറീസ് അല്ലെങ്കിൽ ബ്ലൂബെറീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ബെറീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഏത് ഫ്രൂട്ടാണോ ഉള്ളത് അത് നമുക്ക് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് വെച്ച് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം. കുറച്ച് കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ സ്ട്രിപ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പോർഷനിൽ മയണൈസ് അല്ലെങ്കിൽ സാലഡ്സ്, വെജിറ്റബിൾസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോൺ വെജൊക്കെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിന്നറായിട്ട് കഴിക്കാവുന്ന ഒരു റാപ്പാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ സ്നാക്കായിട്ട് വേണമെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ചിട്ട് ഏത് ടൈമിലാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ ചീര അല്ലെങ്കിൽ സ്പിനാച്ച് അങ്ങനത്തെ ലീഫി വെജിറ്റബിൾസ്, ലെറ്റ്യൂസ് അല്ലെങ്കിൽ പനീർ, ഗ്രീക്ക് യോഗട്ട് അങ്ങനത്തെ ഓരോ ഫില്ലിങ്ങും നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചു എന്നുമായി, എന്നാൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു മീൽ കഴിച്ചു എന്നുമായി. നമ്മളിവിടെ എല്ലാ റാപ്പും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഈ ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റാപ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാ റാപ്പും നമുക്ക് ഇതേപോലെ ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബട്ടറിലാണ് ഈ റാപ്പ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇനി ബട്ടർ വേണ്ട, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലായാലും യൂസ് ചെയ്യാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഈ പാനൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ടറൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് സ്പ്രെഡായി കിട്ടും. ഒരു സൈഡ് ഏകദേശം ഒന്ന് ഗ്രില്ലായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോഴും കൈ കൊണ്ടൊന്ന് പിടിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ടൊന്നും വരില്ല. ഈ ഒരു റാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു റാപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒന്ന് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് അപ്പീലിംഗ് ആവാനായിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ച് തയ്യാറാക്കാം. നമ്മൾ നോൺ വെജ് ഒക്കെ വെച്ച് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചീസ് സ്ലൈസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അതൊന്ന് മെൽറ്റൊക്കെ ആയി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മീല്, അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്നാക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിന്നർ ആയിക്കോട്ടെ, ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.